ഒരു റെയിൽവേ മേൽപ്പാലം പോലുമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് തൃക്കരിപ്പൂരുകാർ. 5 റെയിൽവേ ഗേറ്റുകളുള്ള തൃക്കരിപ്പൂരിൽ മേൽപ്പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നിലവിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് വ്യാപാരികൾ. യാത്ര ചെയ്യുന്നവരെ പിന്നോട്ടടിപ്പിക്കുന്ന തരത്തിലാണ് തൃക്കരിപ്പൂരിനെ വരിഞ്ഞു മുറുക്കിയ 5 റെയിൽവേ ഗേറ്റുകൾ. തൃക്കരിപ്പൂർ കാലിക്കടവ് പ്രധാന പാതയിൽ ബിരിച്ചേരി റെയിൽവേ ഗേറ്റാണ് വഴിമുടക്കി നിൽക്കുന്നതെങ്കിൽ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം കണ്ട വലിയ പറമ്പിലേക്കുള്ള കവാടമായ വെള്ളാപ്പ് റോഡിലാണ് രണ്ടാമത്തെ ഗേറ്റ്. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ നടക്കാവ് ഉദിനൂർ പ്രധാന പാതയിലാണ് മൂന്നാമത്തെ റെയിൽവേ ഗേറ്റ്. തൃക്കരിപ്പൂർ രാമവല്യം കഴകത്തിനടുത്താണ് തങ്കയം ഇളമ്പച്ചി പാതയിൽ നാലാമത്തെ ഗേറ്റ്. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ തെക്കേ അതിരിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒളവറ ഉളിയത്ത് കടവിലേക്കുള്ള പാതയിലാണ് 5ാമത്തെ റെയിൽവേ ഗേറ്റ്. ഇവിടങ്ങളിലൊക്കെ മേൽപ്പാലം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം അധികൃതർ നടത്തിയിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തത് നിരവധി പഞ്ചായത്തുകളിലെ ജനങ്ങളെ യാത്രാ ദുരിതത്തിലാക്കുകയാണ്. വലിയ പറമ്പ്, പടന്ന, തൃക്കരിപ്പൂർ, തിരിക്കൂട് തുടങ്ങിയ പഞ്ചായത്തുകളിലെ തീരമേഖലയിലുള്ള 10,000-ങ്ങൾക്ക് ടൗണിൽ എത്തിച്ചേരാൻ മറ്റു മാർഗങ്ങളില്ല. രാവിലെ മുതൽ രാത്രി വരെ വലിയൊരു സമയവും റെയിൽവേ ഗേറ്റുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇവരുടെ ജീവിതം. 40-ൽ പരം സ്വകാര്യ KSRTC ബസ്സുകൾ കടന്നുപോകുന്ന തൃക്കരിപ്പൂർ പയ്യന്നൂർ പ്രധാന പാതയിലെ ബിരിച്ചേരി റെയിൽവേ ഗേറ്റിൽ 2016-ൽ പ്രഖ്യാപിച്ചതാണ് മേൽപ്പാലം. പക്ഷേ പ്രഖ്യാപനത്തിനപ്പുറം കാര്യമായ നടപടികൾ ഉണ്ടായില്ല. സാങ്കേതിക കുരുക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് മേൽപ്പാല നിർമ്മാണം വൈകിപ്പിക്കുന്നത്. 5 ഇടങ്ങളിലും മേൽപ്പാലങ്ങളുടെ നിർമ്മാണം നടക്കാത്തതിൽ പ്രതിഷേധം കനക്കുകയാണ്. മേൽപ്പാലങ്ങൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് തൃക്കരിപ്പൂരിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റ് കഴിഞ്ഞ മാസം ഫെബ്രുവരി 5-ാം തീയതി പാലക്കാട് ഡിവിഷൻ ഓഫീസിൽ ധർണ നടത്തുകയും അതിനുശേഷം ഒരു പരിഹാരം കാണാത്ത സ്ഥിതിക്ക് ഞങ്ങൾ അടുത്ത സമരങ്ങളിലേക്ക് കടക്കുകയാണ്. അടുത്ത ഘട്ട സമരം നിലയിൽ ഈ മാസം അവസാനം തൃക്കരിപ്പൂരിൽ ഒരു മനുഷ്യച്ചങ്ങൽ, എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മനുഷ്യച്ചങ്ങൽ തീർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുമായി ആലോചിക്കുന്നതിന് വേണ്ടി നാളെ ഒരു പ്രത്യേക തൃക്കരിപ്പൂരിലെ മുഴുവൻ സാംസ്കാരിക രാഷ്ട്രീയ വ്യക്തികളെ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് തൃക്കരിപ്പൂർ വ്യാപാരികൾ ഈ മേൽപ്പാലം യാഥാർത്ഥ്യമാവുന്നതുവരെ നിരന്തരം സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കണമെന്നും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 28-ന് 100 കണക്കിന് ജനങ്ങളെ പണിനിരത്തി പ്രതിഷേധ മനുഷ്യച്ചങ്ങല തീർക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കടകൾ അടച്ച് ബിരിച്ചേരി റെയിൽവേ ഗേറ്റ് മുതൽ ടൗണിലെ വെള്ളാപ്പ് റോഡ് ജംഗ്ഷൻ വരെയാണ് മനുഷ്യച്ചങ്ങല തീർക്കുക. വ്യാപാരികളുടെ നേതൃത്വത്തിൽ 2ാം ഘട്ട സമരമാണ് ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.